നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതേസമയത്ത് ഇസ്രയേലിന്റെ വിസ്തീർണം 22,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. 22,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഇസ്രയേലിനെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങൾ നമുക്കറിയാം. ഇസ്രയേലിന്റെ കിഴക്ക് ഭാഗത്ത് ജോർദാനുണ്ട്, ജോർദാന് മുകളിലായിട്ട് സിറിയയുണ്ട്, സിറിയയുടെ ഇടതുവശത്ത് ലെബനൻ ഉണ്ട്, ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്തായി ഈജിപ്റ്റ് ഉണ്ട്, ജോർദാനുമായി ചേർന്ന് സൗദി അറേബ്യയും അതുപോലെ ഇറാഖും കിടപ്പുണ്ട്. ചുറ്റുമുള്ളത് അറബ് വംശജരുടെ രാജ്യങ്ങളാണ്. ഇസ്രയേലിന്റെ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലുണ്ട്, അതുപോലെ മറുഭാഗത്ത് ചെങ്കടലുണ്ട്. ഈ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സ്യൂസ് കനാൽ ഉള്ളത്. ഇസ്രയേലിനകത്ത് തന്നെ രണ്ട് പ്രദേശങ്ങൾ കൂടിയുണ്ട്. ഒന്ന് വെസ്റ്റ് ബാങ്ക് ആണ്, മറ്റൊന്ന് ഗാസയാണ്. ആ രണ്ട് ഭാഗവും ചേരുമ്പോഴാണ് പാലസ്തീൻ ആകുന്നത്. ഇസ്രയേലിനകത്താണ് പാലസ്തീൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇസ്രയേലിനകത്ത് പാലസ്തീൻ, ഇസ്രയേലിന് പുറത്ത് പൂർണ്ണമായിട്ടും അറബ് രാജ്യങ്ങൾ. പാലസ്തീൻ ആണെങ്കിലും ഇസ്രയേലിന് പുറത്തുള്ള രാജ്യങ്ങളാണെങ്കിലും ഇസ്രയേലിന് എതിരാണ്. ഇവരുടെ എല്ലാം എതിർപ്പിനെ ശരിക്കും തരണം ചെയ്യാൻ ഇസ്രയേലിന് എങ്ങനെ പറ്റുന്നു? അതാണ് ചോദ്യം. ഇസ്രയേലിന്റെ ഡിഫൻസ് മെക്കാനിസം ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇസ്രയേലിന്റെ തെക്കൻ ഭാഗത്തുള്ളത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റുമായിട്ട് ചേരുന്ന ഭാഗത്തും അതുപോലെ ജോർദാന്റെ ഭാഗത്തും വടക്ക് ലെബനന്റെ ഭാഗത്തും സിറിയയുടെ ഭാഗത്തൊക്കെ ഇസ്രയേൽ വേലികൾ കെട്ടിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആ 22,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലവും വേലി കൊണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്ന അർത്ഥം. ഈ വേലി ശരിക്കും ഒരു അത്ഭുത സംഭവമാണ്. 20 അടി പൊക്കമാണ് ഈ കമ്പിവേലിക്കുള്ളത്. ഈ കമ്പിവേലിയുടെ മുകളിലായിട്ട് റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. രാജ്യത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ വേലിയിലും ആ സംവിധാനം ഇസ്രയേൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഉറപ്പിച്ചിരിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മോഷൻ അനലൈസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആരെങ്കിലും ചലിക്കുകയാണെങ്കിൽ അത് കൃത്യമായും നോട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. രാത്രിയിൽ ആരെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അതുപോലും അറിയാൻ ഈ കമ്പിവേലിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾക്കും അതുപോലെ മോഷൻ അനലൈസ് ചെയ്യുന്ന ആ മെക്കാനിസത്തിനും പറ്റും. ആ മോഷൻ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. നമ്മൾ കണ്ട ഈ വേലി കവർ ചെയ്യാനായിട്ട് ഇസ്രയേലിന് അൺമാൻഡ് ഏരിയൽ സംവിധാനങ്ങളുണ്ട്. അതെ, പൈലറ്റ് ഇല്ലാത്ത കുഞ്ഞു വിമാനങ്ങളും ഡ്രോണുകളും ഇഷ്ടം പോലെ ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ അതിർത്തിക്ക് സമീപത്തുകൂടിയോ അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്തോ ഏതെങ്കിലും ശൈലിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമാണ് ആ ഡ്രോണുകൾ. ആ ഡ്രോണുകൾ നിരന്തരം ഇസ്രയേലിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ US ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഈ ഡ്രോൺ ടെക്നോളജി വാങ്ങുന്നത് പോലും ഇസ്രയേലിൽ നിന്നാണ്. ഡ്രോൺ നിർമ്മിക്കുന്നതിൽ ഇസ്രയേൽ ഒരു സംഭവം തന്നെയാണ്. ഇസ്രയേലിന്റെ ഈ ഡ്രോണുകൾക്ക് ശരിക്കും മറ്റ് രാജ്യങ്ങളിലെ ഡ്രോണുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ ഡ്രോണുകളും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ആ ഡ്രോണുകൾക്ക് താഴെയുള്ള ഇമേജുകൾ ഒപ്പിയെടുക്കാനും റിലേ ചെയ്യാനും വേണമെങ്കിൽ ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി വരെ ഉണ്ട്. GPS സംവിധാനമുള്ള നേവിഗേഷൻ സംവിധാനമുള്ള ഈ ഡ്രോണുകൾ ശരിക്കും മറ്റ് രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താനുള്ള ഒരു ചാര ഉപകരണം കൂടിയാണ്. വൻതോതിൽ ഡ്രോണുകൾ ഇസ്രയേൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഡ്രോണുകൾക്ക് അവർ സ്വീകരിക്കുന്ന ചിത്രങ്ങൾ അതാത് സമയം കൺട്രോൾ ടവറിലേക്ക് അയക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ഡ്രോണ് വളരെ വേഗത്തിൽ തന്നെ ലൈവായിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ കപ്പാസിറ്റി ഉള്ള ശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. അതായത് ഒരു സ്പോട്ടിൽ ഒരു കാര്യം കണ്ടാൽ ആ നിമിഷത്തിൽ ഇസ്രയേലിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായുള്ള ആളുകൾ ആ കാര്യം അറിയുന്നു എന്നാണ്. 24 മണിക്കൂറും ഇസ്രയേലിൽ വിവരങ്ങൾ എത്തുന്നത് ഈ ഡ്രോണുകൾ വഴിയാണെന്ന് വേണമെന്ന് നമുക്ക് പറയാം. എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ അടുത്ത ദിവസം ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട അനവധി ആളുകൾ പേജർ സ്ഫോടനത്തിൽ പരിക്കുപറ്റുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ പരിക്കുപറ്റുകയും കൊല്ലപ്പെടുകയും ചെയ്ത ആളുകളുടെ മുഴുവൻ ഇൻഫർമേഷൻ ഇസ്രയേലിന്റെ കൈവശം ഉള്ളത് കൊണ്ടല്ലേ അവരുടെ പേജറിലേക്ക് മെസ്സേജുകൾ എത്തിയത്. ഹിസ്ബുള്ളയുടെ മുഴുവൻ ആളുകളെയും ഇസ്രയേൽ നിരീക്ഷിക്കുകയായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ആ പൊട്ടിത്തെറി. അങ്ങനെ അവരെ നിരീക്ഷിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ഡ്രോൺ എന്ന് കൂടി നമ്മൾ അറിഞ്ഞു വെക്കുക. 2023 ഒക്ടോബർ 7 ഗാസയിലുള്ള ആളുകൾ ഇസ്രയേലിനകത്തേക്ക് ഇടിച്ചു കയറിയതും ആയിരക്കണക്കിന് ആളുകളെ കൊന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇസ്രയേൽ ഗാസയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയതും ഈ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് 40,000-ത്തിലധികം ആളുകളെ അവർ കൊന്നൊടുക്കിയതും.
ആ കഥയുമായി ബന്ധിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തകർ ടണലുകൾക്കകത്താണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിന് അവർ നേരിടാൻ പറ്റാത്തതെന്നും ഒരു കഥ നമ്മൾ കേൾക്കാറുണ്ട്. ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു കഥ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇസ്രയേലിൽ കൗണ്ടർ ടണലുകളുണ്ട്. ഇസ്രയേലിനകത്ത് നിന്ന് ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും മാത്രമല്ല ടണലുകൾ ഉള്ളത്. ഇസ്രയേലിൽ നിന്ന് ടണലുകൾ സമീപത്തുള്ള ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അതുപോലെ സിറിയയിലേക്കും ലെബനോണിലേക്ക് ഉണ്ട്. ഇസ്രയേലിന്റെ ആ ടണലുകൾ അവരുടെ ഒരു വലിയ സംഭവമാണ്. വേണമെങ്കിൽ ലെബനോണിനകത്തും സിറിയക്കകത്തും ജോർദാനകത്തും ഈജിപ്തിനകത്തും നിമിഷ നേരം കൊണ്ട് കടന്നു കയറാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന ശൈലിയിൽ അത്യന്ത ആധുനികമായ എല്ലാ സംവിധാനങ്ങളോടു കൂടിയാണ് ഇസ്രയേൽ ആ ടണലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എതിരാളികളെ തകർക്കാൻ കഴിയുന്ന ശൈലിയിൽ ആ ടണലുകൾ അവർ നിർമ്മിച്ച് അങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ടണലുകൾ ഇസ്രയേൽ നിർമ്മിച്ചതിന്റെ പ്രധാന കാരണം ഗാസയുടെയും അതുപോലെ വെസ്റ്റ് ബാങ്കിന്റെയും ടണൽ നിർമ്മാണമാണ്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പാലസ്തീനികൾ നിർമ്മിക്കുന്ന ടണലുകൾ ആ വെസ്റ്റ് ബാങ്കിൽ നിന്നും അതുപോലെ ഗാസയിൽ നിന്നും ഇസ്രയേലിനകത്തേക്ക് നുഴഞ്ഞു കയറാറുണ്ട്. ആ ടണലുകൾ വഴിയാണ് ഇസ്രയേലിനകത്ത് കയറി പാലസ്തീനികൾ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള ടണലുകൾ കണ്ടുപിടിക്കാൻ കൂടി വേണ്ടിയാണ് ഇസ്രയേൽ അവരുടെ ടണലുകൾ ഉപയോഗിക്കുന്നത്. ആ ടണലുകൾക്കകത്ത് ശരിക്കും അണ്ടർഗ്രൗണ്ട് സെൻസറുകളുണ്ട്. ആ അണ്ടർഗ്രൗണ്ട് സെൻസറുകളുടെ കൂട്ടത്തിൽ അക്കൂസ്റ്റിക് സെൻസറും ഉണ്ട്. ശബ്ദം കൊണ്ട് പോലും താഴെ ഉള്ള ഏത് മൂവ്മെന്റ്സും അറിയാൻ കഴിയുന്ന സംവിധാനം. അതോടൊപ്പം റഡാറുകളും തെർമൽ ഇമേജ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ലോകത്തെ ഏതൊരു രാജ്യത്തെയും അത്ഭുതപ്പെടുത്തുന്ന ശൈലിയിലുള്ള ഒരു ചെക്ക് പോസ്റ്റ് സംവിധാനം ഇസ്രയേലിലുണ്ട്. ആ ചെക്ക് പോസ്റ്റ് സംവിധാനത്തിന്റെ രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ എളുപ്പം വെസ്റ്റ് ബാങ്കിൽ ചെന്നാലാണ്. വെസ്റ്റ് ബാങ്കിനകത്ത് ചെക്ക് പോസ്റ്റുകളുടെ ഒരു നിര തന്നെ കാണാം. ശരിക്കും പാലസ്തീന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമാണ് ഈ വെസ്റ്റ് ബാങ്ക്. ഇസ്രയേലിനകത്താണ് വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഇസ്രയേൽ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലസ്തീൻകാർക്ക് ജോലിക്ക് ഇസ്രയേലിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. അവർ ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവരെ വെരിഫൈ ചെയ്യാനായി ഇസ്രയേൽ ഒരുക്കിയിരിക്കുന്ന ചെക്ക് പോസ്റ്റുകൾ രസകരമായ ഒരു കാഴ്ചയാണ്. ശരിക്കും ആ ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ടണൽ പോലെ തന്നെയാണ്. ആ ടണലിനകത്തുകൂടി ആളുകൾ അങ്ങനെ കടന്നു പോകുമ്പോൾ ആ ടണലിന്റെ നേർ മുകൾ ഭാഗത്തായി ശരിക്കും എന്താ പറയുക ഒരു നെറ്റ് പാകിരിക്കുന്നതാണ്. ആ നെറ്റിന് മുകളിൽ ഓട്ടോമാറ്റിക് ഗണ്ണുകളുമായി ഭടന്മാർ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ ഗണ്ണുകളൊക്കെയും നെറ്റിന് മുകളിൽ കൂടി താഴേക്ക് ഉന്നം വെക്കുന്നത്. താഴെക്കൂടെ കടന്നു പോകുന്ന ആ പാലസ്തീനികളുടെ തല ലക്ഷ്യമിട്ടുകൊണ്ട് നൂറുകണക്കിന് ഭടന്മാർ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. വെസ്റ്റ് ബാങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആ കാഴ്ച കാണും. ഇതേ കാഴ്ച ഇസ്രയേലിന്റെ എല്ലാ അതിർത്തിയിലുമുണ്ട്. പരിശോധിക്കുന്ന സ്ഥലത്ത് ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പരിശോധന തന്നെ അവിടെ നടക്കും. തുണി അഴിച്ചുള്ള പരിശോധന നടക്കുന്നത്. ദേഹത്ത് ഒരു വസ്ത്രവും ധരിക്കാൻ അനുവദിക്കാതെ പൂർണ്ണമായും പരിശോധിച്ച് അവരുടെ പുറത്ത് ഒരു തരത്തിലുള്ള ആയുധങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇസ്രയേൽ ആളുകളെ അവരുടെ രാജ്യത്തേക്ക് കടത്തിവിടും. ടൂറിസ്റ്റുകളുടെ കേസിൽ പോലും പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. ഇസ്രയേലിന്റെ ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ സകലരും ഓർത്തെടുത്ത് പറയുന്ന ഒരു പേര് അയൺ ഡോമാണ്. ഇസ്രയേൽ എന്ന ആ ചെറിയ രാജ്യത്തെ സംരക്ഷിക്കാനായി ഇസ്രയേലിന്റെ അതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയാണല്ലോ നമ്മൾ അയൺ ഡോം എന്ന് വിളിക്കുക. ഹമാസിനെ പേടിച്ചാണ് യഥാർത്ഥത്തിൽ അയൺ ഡോം ഇസ്രയേൽ സ്ഥാപിക്കുന്നത്. ഹമാസ് ഇഷ്ടംപോലെ റോക്കറ്റുകൾ ഉണ്ടാക്കുകയും ആ റോക്കറ്റുകൾ അവരുടെ അധികാര പരിധിയായ ആ ഗാസയ്ക്കുള്ളിൽ നിന്ന് ഇസ്രയേലിനകത്തേക്ക് വിക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെ പറന്നുയർന്നു വരുന്ന ആ മിസൈലുകളെ ഒക്കെ തടുക്കാനായിട്ടാണ് അയൺ ഡോം യഥാർത്ഥത്തിൽ ഇസ്രയേൽ സ്ഥാപിക്കുന്നത്. ഗാസയിലെ ആളുകൾ മാത്രമല്ല ലെബനോണിലുള്ള ഹിസ്ബുള്ളയെ പ്രതിരോധിക്കാനും അവർ ആ അയൺ ഡോമ ഉപയോഗിക്കുന്നത്. അയൺ ഡോമിന്റെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമായി ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ സംവിധാനവുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അയൺ ഡോം. അയൺ ഡോം എതിർഭാഗത്തുള്ള മേഖലയിൽ നിന്ന് ഒരു റോക്കറ്റോ മിസൈലോ പറന്നു ഉയർന്നാൽ ആ നിമിഷം ഐഡന്റിഫൈ ചെയ്യുന്നു മാത്രമല്ല ആകാശത്ത് വെച്ച് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ശരിക്കും എക്സ്പെൻസീവായ ഒരു മെക്കാനിസമാണ് അയൺ ഡോം. ആകാശത്ത് വെച്ച് മിസൈലുകളെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. ഹമാസ് ഇസ്രയേലിനെ പണി കൊടുത്തത് സെക്കൻഡിൽ 1 നിലയിൽ റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടാണ്. ഹമാസിന്റെ റോക്കറ്റുകൾ ശരിക്കും വില കുറഞ്ഞ റോക്കറ്റുകളാണ്. ഇഷ്ടംപോലെ റോക്കറ്റ് ഇറാനിൽ നിന്ന് സംഘടിപ്പിച്ച് ആ റോക്കറ്റുകൾ
ഹമാസ് ഇസ്രയേലിലേക്ക് അയക്കേണ്ട പതിവ്. ആ റോക്കറ്റുകൾ തടുക്കാനായിട്ട് ഇസ്രയേൽ അവരുടെ അയൺ ഡോം സംവിധാനം ഉപയോഗിക്കുമ്പോൾ അയൺ ഡോം പ്രവർത്തിക്കുന്നതിന് വേണ്ട ചെലവ് അവർക്ക് കൂടും. എത്ര കാര്യമായി ഇസ്രയേൽ അയൺ ഡോം ഉപയോഗിച്ച് ആകാശത്ത് വരുന്ന റോക്കറ്റുകൾ തടുക്കാൻ ശ്രമിച്ചാലും ചില റോക്കറ്റുകളെങ്കിലും താഴെ വീഴും. പക്ഷേ അങ്ങനെ വീഴുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് മാത്രം. അയൺ ഡോം മറ്റ് ലോകരാജ്യങ്ങൾക്ക് പോലും ഒരു അത്ഭുതമായ പ്രതിരോധ സംവിധാനമാണ്. ഇസ്രയേലിന് അതിശക്തമായ ഒരു നേവി ഡിഫൻസ് സംവിധാനമുണ്ട്. ആ നേവി ഡിഫൻസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ മെഡിറ്ററേനിയൻ കടലിലെ നിയന്ത്രണങ്ങളെ കാണാം. ശരിക്കും ആ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ടാണ് ഗാസ കിടക്കുന്നത്. പക്ഷെ ഗാസയിലെ ആളുകൾക്ക് കടലിലിറങ്ങി മീൻ പിടിക്കണമെങ്കിലോ മറ്റെന്തെങ്കിലും വ്യാപാരം ചെയ്യണമെങ്കിലോ ഇസ്രയേലിൻ്റെ പെർമിഷൻ വേണം. ഗാസയും മെഡിറ്ററേനിയൻ കടലുമായി ചേരുന്ന ഭാഗത്ത് ഏകദേശം 6 കിലോമീറ്ററോളം പൂർണ്ണമായും ഇസ്രയേൽ നിയന്ത്രണത്തിലാണ്. ആ ഭാഗത്ത് ഒരു തരത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസും നടത്താൻ ഗാസയെ ഇസ്രയേൽ അനുവദിക്കാറില്ല. ആ മേഖല ഇസ്രയേലിന്റെ യുദ്ധക്കപ്പലുകൾ സദാ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇതേ ശൈലി തന്നെയാണ് സൂയസ് കനാലിന്റെ മറുഭാഗത്ത് ചെങ്കടലിലും ഇസ്രയേൽ അനുവർത്തിക്കുന്നത്. 2 ഭാഗത്തും ഇസ്രയേലിന്റെ ഒരു കണ്ണുണ്ടെന്ന് അർത്ഥം. എന്നിട്ടും ആ ഗാസ നിവാസികൾ കടലിനുള്ളിലൂടെ തന്നെ ആയുധങ്ങൾ ഗാസയിൽ എത്തിച്ച കഥ അതിലേറെ രസകരവുമാണ്. ഇസ്രയേലിന്റെ നാവികസേന പ്രധാനമായും 3 ബേസുകളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ശക്തമായ ബേസുകളാണ്. യുദ്ധക്കപ്പലുകളുടെ വൻ നിരയും അതോടനുബന്ധിച്ച് ബോട്ടുകളും അതുപോലെ തന്നെ റബ്ബർ ബോട്ടുകളും നേവി സീലേക്കുള്ള ഒരു വൻ സംവിധാനമാണ് ഇസ്രയേലിന്റെ ആ നേവി പ്രൊട്ടക്ഷൻ ടീം എന്ന് പറയുന്നത്. ഇതേ ശൈലി തന്നെയാണ് എയർഫോഴ്സും. 3 നേവി കേന്ദ്രങ്ങളാണ് ഉള്ളതെങ്കിൽ എയർഫോഴ്സുമായി ബന്ധിപ്പിച്ച് 5 കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഈ 5 എയർബേസുകളിലായിട്ട് 4 ടൈപ്പിലുള്ള ഫൈറ്റർ ജെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഫൈറ്റർ ജെറ്റുകൾക്ക് പുറമെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കുകയാണ്. ഡ്രോണുകൾ തന്നെ 4 വിധത്തിലുണ്ട്. കേരളത്തിന്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ള ഇസ്രയേലിൽ 5 അതിശക്തമായ വ്യോമസേന വിമാനത്താവളങ്ങളും അതുപോലെ 3 നേവി താവളങ്ങളും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആ രാജ്യത്തിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. ഇസ്രയേലിന്റെ നാവികസേനയെക്കുറിച്ചും എയർഫോഴ്സിനെ കുറിച്ചും പറയുമ്പോൾ ഇസ്രയേലിന്റെ കരസേനയെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ 3 സേനകളിലേക്കും ആളുകളെ എടുക്കുമ്പോൾ ഇസ്രയേൽ അവിടെ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു നയമുണ്ട്. 18 വയസ്സ് പൂർത്തീകരിച്ച ഏതൊരാളും ഇസ്രയേലിൽ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമാകണം. പുരുഷന്മാരാണെങ്കിൽ 36 മാസവും സ്ത്രീകളാണെങ്കിൽ 24 മാസവും നിർബന്ധിതമായും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം. അങ്ങനെ സൈനിക സേവനത്തിൽ ഏർപ്പെടുന്ന ഏതൊരാളും ആ സൈനിക സേവനത്തിന് ശേഷം അടുത്ത 12 കൊല്ലം എപ്പോൾ വിളിച്ചാലും സേനയുടെ ഭാഗമാകാൻ നിർബന്ധിതരുമാണ്. എന്നാൽ അതേ സമയത്ത് ഇസ്രയേലിനകത്തുള്ള അറബ് വംശജർക്ക് അതിൽ പങ്കെടുക്കുന്നതിൽ ഒഴിവുണ്ട്. അതായത് വേണമെങ്കിൽ അവർ പങ്കെടുത്താൽ മതി എന്നർത്ഥം. ഗാസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലുമുള്ള അത്രയും തന്നെ അറബ് വംശജർ ഇസ്രയേലിന്റെ ബാക്കി ഭാഗത്ത് ഇസ്രയേലി പൗരന്മാരായി വസിക്കുന്നുണ്ടുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ ഇസ്രയേൽ സേനയുടെ ഭാഗമാകാം, വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും അതിശക്തമായ ഒരു റിസർവ് സേന ഉള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേലിന് 2500-ലധികം ടാങ്കുകളുണ്ട്. ഈ ഭടന്മാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള കവചിത വാഹനങ്ങൾ 5000-ഓളമാണ്. ശരിക്കും അതിശക്തമായ ഒരു സേനാ വ്യൂഹമാണ് ഇസ്രയേലിന് ഒപ്പമുള്ളതെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഇതിനും അപ്പുറത്താണ് ഇസ്രയേലിന്റെ ചാര സംവിധാനങ്ങൾ, അതുപോലെ സ്പെഷ്യൽ ആംഡ് ഫോഴ്സസ്, മൊസാദും അതുപോലുള്ള ഒത്തിരിയേറെ സൈനിക വിഭാഗങ്ങളും ഇസ്രയേലിന് വേണ്ടി ഇസ്രയേലിന് അകത്തും പുറത്തും വ്യത്യസ്തമായ ഡ്യൂട്ടികൾ ഏറ്റെടുക്കാറുണ്ട്. അതിലൊന്നാണ് ഇസ്രയേലിന് എതിരെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള അവരുടെ ആ ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി, ഇറാന്റെ സേനാ തലവൻ, ഇവരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട കഥ നമ്മൾ വായിച്ചതാണ്. കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ, കാറിൽ യാത്ര ചെയ്തപ്പോൾ, വിമാനത്താവളത്തിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ, വീടിനകത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അവർ കൊല്ലപ്പെട്ട കഥകളാണ് നമ്മൾ വായിച്ചത്. ശരിക്കും ആ ശൈലിയിൽ ഇറാൻ അകത്ത് കയറി ഇറാന്റെ സൗഹൃദ നേതാക്കളെ വധിക്കാൻ കപ്പാസിറ്റി നേടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇറാൻ അകത്ത് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇസ്രയേലിന് എതിരായ ആരെങ്കിലും തങ്ങുന്നുണ്ടെങ്കിൽ
അവിടെ എത്തി അവരെ കൊല്ലാനുള്ള ഒരു കപ്പാസിറ്റി ഇസ്രയേലിന്റെ ഈ രഹസ്യ അന്വേഷണ ഏജൻസികൾ നേടിയിട്ടുണ്ട്. ശരിക്കും അവർ വൻതോതിൽ അസറ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മിടുക്കന്മാരാണ്. ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ഈ അസറ്റുകൾ എന്ന് വിളിക്കുക. അസറ്റുകൾ എപ്പോഴും ഇസ്രയേലി പൗരന്മാർ ആയിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഗാസയ്ക്കകത്തും വെസ്റ്റ് ബാങ്കിനകത്തും ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന പാലസ്തീൻകാരുണ്ട്. ലെബനോണിനകത്തും സിറിയക്കകത്തും ജോർദാനകത്തും ഒക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് കൃത്യമായ പേയ്മെന്റ് ഇസ്രയേലിന്റെ സംവിധാനങ്ങൾ വഴി ലഭിക്കും. അങ്ങനെ പേയ്മെന്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഇറാനകത്ത് നിന്ന് ഇസ്രയേലിന് അനുകൂലമായ വാർത്തകൾ അവർക്ക് കിട്ടിയത്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇറാനിലെ സമുന്നത നേതാക്കളെ കൃത്യസമയത്ത് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ സംവിധാനങ്ങൾക്ക് പുറമെ ഇസ്രയേൽ ഒരു കോർഡിനേഷൻ സംവിധാനം കൂടി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സമീപ രാജ്യങ്ങളിലൊക്കെ അറബ് വംശജരായ രാജ്യങ്ങളാണ് ഉള്ളത്. ആ രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇസ്രയേൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും അവരുടെ ഡിഫൻസിനെ സഹായിക്കുന്ന ശൈലിയിലാണ്. ഈജിപ്തുമായിട്ടും ലബനോണുമായിട്ടും സിറിയയായിട്ടും ജോർദാനുമായിട്ടും ഒക്കെ അങ്ങനെ ഒരു ബന്ധം അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിനു പുറമെയാണ് സുയസ് കനാലിൽ എപ്പോൾ വേണമെങ്കിലും കയറിപ്പറ്റാൻ കഴിയുന്ന ശൈലിയിലുള്ള ഇസ്രയേലിന്റെ സാന്നിധ്യം. സുയസ് കനാൽ ശരിക്കും ലോകത്തിന്റെ വ്യാപാരത്തെ നന്നായി സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. ലോകത്തെ മുഴുവൻ വ്യാപാരത്തിന്റെയും നല്ലൊരു ഭാഗം സുയസ് കനാൽ വഴിയാണ് കടന്നു പോകുന്നത്. ആഫ്രിക്ക ചുറ്റി കടന്നു വരുന്ന ആ കപ്പലുകളുടെ ചെലവ് കുറയ്ക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാ കപ്പലുകളും ഉപയോഗിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ചെങ്കടലിലേക്ക് വരുന്ന ആ ചെറിയ കനാലാണ്. ആ കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഈജിപ്തിനാണെങ്കിലും മറുഭാഗത്തെത്തുമ്പോൾ ഇസ്രയേൽ അവിടെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് അവിടെ ഇടപെടാൻ കഴിയുന്ന ശൈലിയിൽ അവർ റെഡിയായിരിക്കുന്നു എന്നർത്ഥം. ഏത് ശൈലിയിൽ വേണമെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇസ്രയേൽ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേൽ, പക്ഷേ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവർ ഏത് അറ്റം വരെ പോകും എന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആ പേജർ ആക്രമണവും അതുപോലെ വോക്കി ടോക്കി ആക്രമണവും ഒക്കെ. അതിനും അപ്പുറത്തേക്ക് ലെബനോണിനകത്തേക്ക് കടന്നു കയറി ഇസ്രയേലിലെ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയാൽ എന്തായിരിക്കും വാർത്തകൾ? ഇന്ത്യക്ക് മുകളിൽ വൻതോതിൽ പ്രഷർ ഉണ്ടാകും. ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാൻ ഇടവരും. പക്ഷേ ഇസ്രയേലിനെതിരെ അധികം രാജ്യങ്ങളൊന്നും വാ തുറക്കുന്നില്ല. ലെബനോണിന് മുകളിൽ ഇസ്രയേൽ നടത്തിയ ആ ബോംബ് വർഷം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്രയേൽ അതൊക്കെ തങ്ങളുടെ അവകാശമാണെന്ന ശൈലിയിൽ ചെയ്യുമ്പോൾ ഇസ്രയേലിനോട് ആ കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പ്രധാന കാരണം അമേരിക്കയാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഏകദേശം 1 കോടിയോളം ജൂതന്മാർ അമേരിക്കയിലുണ്ട്. ആ ജൂതന്മാർ അമേരിക്കയുടെ ആയുധ നിർമ്മാണത്തിലും ബാങ്കിങ് മേഖലയിലും വ്യാപാര മേഖലയിലുമൊക്കെ സജീവമാണ്. ഏറ്റവും കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ പലതും റൺ ചെയ്യുന്നത് ഈ ജൂതന്മാരാണ്. ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ജൂതവംശത്തിൽ പിറന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഈ ജൂതന്മാരുടെ സ്വാധീനം അമേരിക്കൻ സമൂഹത്തിന്മേൽ വളരെ ശക്തമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കക്കാൾ ജൂതന്മാർ കുറഞ്ഞ ഇസ്രയേലിനെ അമേരിക്ക എല്ലാ സമയത്തും ഐക്യരാഷ്ട്രസഭയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഗാസയിൽ 40,000-ഓളം ആളുകളെ ഇസ്രയേൽ കൊന്നൊടുക്കിയെന്ന്. സാധാരണഗതിയിൽ ഈ കൂട്ടക്കൊല നടത്തിയ ഒരു രാജ്യത്തിനെതിരെ സാങ്ഷൻസ് ഉണ്ടാകേണ്ടതാണ്. സാമ്പത്തികമായും സൈനികമായും ആ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ ഒതുക്കേണ്ടതാണ്. നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. നിരോധനങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഇസ്രയേലിനെതിരെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ലോകത്തുള്ള ഒരു രാജ്യവും ഏർപ്പാടാക്കിയിട്ടില്ല എന്നത് ശരിക്കും രസകരമായ ഒരു വസ്തുതയല്ലേ? ഈ കുഞ്ഞു രാജ്യം എങ്ങനെ ആ ശൈലിയിൽ ഒരു ആധിപത്യം നേടി എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ എങ്ങാനും ആളുകളെ ഇതുപോലെ കൊന്നൊടുക്കിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയെ സാമ്പത്തികമായും സൈനികമായും മറ്റ് രാജ്യങ്ങൾ വരിഞ്ഞു മുറുക്കിയനെ. ഒരു ചെറിയ രാജ്യം സകല ആളുകളെയും എതിരിട്ടുകൊണ്ട് ഈ ശൈലിയിൽ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും കാണും. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ആ ഇച്ഛാശക്തിയാണ്. എന്ത് സംഭവിച്ചാലും തോൽക്കില്ല എന്നുള്ള ആ ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിയാണ് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം. ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.